മറവ് ചെയ്യാം എന്നുള്ളതാണ് സെമിത്തേരി നിയമം തരുന്ന അവകാശം. ഇതനുസരിച്ചാണ്, ഈ സെമിത്തേരി നിയമം അനുസരിച്ചാണ് അവിടെ മൃതശരീരം അടക്കുവാൻ ശ്രമിച്ചതും അടക്കുവാൻ നടന്നതും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ നിയമം ലംഘിച്ച് സംഘർഷങ്ങൾ ഉണ്ടാക്കി 3-4 വൈദികർ, സ്ഥിരമായി അവിടെ സംഘർഷം ഉണ്ടാക്കുന്ന 3-4 വൈദികർ അവിടെ പ്രവേശിച്ചാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായത്. മലങ്കര ഓർത്തഡോക്സ് സഭ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഗേറ്റ് തുറന്നിട്ട് കൊടുക്കുകയല്ലാതെ മറ്റൊരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. എന്നാൽ ഒരു സ്വന്തം സഹോദരന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തിന് മുമ്പിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയും അവിടെ പ്രതിസന്ധിയും പ്രയാസം ഉണ്ടാക്കിയതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രതിഷേധമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ മലങ്കര ഓർത്തഡോക്സ് സഭ എടുക്കും. മലങ്കര സഭയുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുവാൻ ശ്രമിച്ചു. അവിടെ കല്യാണങ്ങളി നടന്നു. അവിടെ റോഡിലും പള്ളിക്കകത്തും പള്ളിപ്പുരയിടത്തിലും എല്ലാം മറുപക്ഷം പ്രതിസന്ധികളും ലഹളകളും കലഹവും ഉണ്ടാക്കിയായിരുന്നു. അതിനെതിരെ പോലീസ് FIR ഇട്ടത് ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇതിന്റെ കണ്ടുണ്ട്. ഈ പോലീസ് FIR ഇട്ടത് ആദ്യം ഇന്ത്യൻ ഓർത്തഡോക്സ് ഗ്രൂപ്പുകളിലാണ് വന്നത്, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ FIR ഇട്ടത് എന്തിനാണ്, ആര് പറഞ്ഞിട്ടാണ്, ആരുടെ നിർദ്ദേശമാണ്, ആരുടെ താല്പര്യ സംരക്ഷണാർത്ഥമാണ് എന്നൊക്കെ പകല് പോലെ വ്യക്തമാണ്. ഇനി പൊതുസമൂഹത്തോട് ഒരു കാര്യം, ഈ കട്ടച്ചിറ പള്ളി ഇരിക്കുന്ന ഭൂപ്രദേശം, അവിടെ ഉള്ള സുറിയാനിക്കാര് ആയിട്ടുള്ള അല്ല ഇന്ത്യൻ ഓർത്തഡോക്സ് പക്ഷത്തുള്ള പള്ളികളാണ്. ആ പള്ളികളിലൊക്കെ ശ്വാസം മുട്ടിയും നിശബ്ദമായും കഴിയുന്ന യാക്കോബായക്കാരുണ്ട്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും വിധേയത്വവും ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന പൗരാണികമായ സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്ന 100 കണക്കിന് ആളുകൾ ആ പള്ളികളിലുണ്ട്. കാരണം അവരൊക്കെ എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നതാണ്. അവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ സത്യവിശ്വാസികൾ അവിടെ ഉണ്ട്, അവരുടെ അകത്ത് ഞെരുങ്ങി നിൽക്കുന്നുണ്ട്. ഈ 40-ലേറെ പള്ളികൾ ആ പ്രദേശത്തുണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക്, 40-ലേറെ പള്ളികൾ. അപ്പൊ 40-ലേറെ പള്ളികളുടെ നടുവിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ് യാക്കോബായ പള്ളിയാണ് ഈ കട്ടച്ചിറ പള്ളി. 120-ൽ താഴെ കുടുംബങ്ങളേ ഉള്ളൂ. നിങ്ങളെന്നൊരു ഓർക്കണം, എത്ര ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. 120-ൽ താഴെ കുടുംബങ്ങളുള്ള ഒരു ചെറിയ പള്ളി, വലിയ കേട്ടറൊന്നും അല്ല, അതൊരു ചെറിയ പള്ളിയാണ്. ഒരു 150 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള ഒരു പള്ളി. 40-ലേറെ പള്ളികൾ, കറ്റാനം വലിയ പള്ളി അടക്കമുള്ള വലിയ വലിയ പള്ളികൾ ആ പ്രദേശത്ത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്കുണ്ട്. അപ്പൊ ഇവരുടെ നടുവിലിരിക്കുന്ന ഈ കുഞ്ഞു പള്ളി പിടിച്ചെടുക്കണം എന്ന് ഇവർ ചിന്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനകത്തുള്ളതെല്ലാം യാക്കോബായക്കാരാണ്. ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് പോകാനാണ് 40-ലധികം പള്ളികൾ ചുറ്റുപാടുമുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകാതെ ഈ കട്ടച്ചിറ പള്ളിക്ക് കേസ് കൊടുത്ത് അതിനെ പിടിച്ചെടുക്കുക. നമ്മൾ കണ്ടാണ് കട്ടച്ചിറ പള്ളിയിൽ ഇവര് ഈ കഥയൊക്കെ ചവിട്ടി പൊളിച്ചൊക്കെ കയറുന്നത്. അപ്പൊ അങ്ങനെ ആ കുഞ്ഞു പള്ളി അവരിൽ നിന്ന് പിടിച്ചെടുത്തു. നിങ്ങളത് ചിന്തിക്കണം, എത്ര ഹീനമായ അധമമായ. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ നടുവിൽ കഴിയുന്ന ഈ യാക്കോബായക്കാർ, കട്ടച്ചിറയുള്ള യാക്കോബായക്കാരെ പറ്റി പ്രവചനാത്മാവിൽ ശലോമോൻ രാജാവ് എഴുതി, എന്റെ പ്രിയ നീ മുള്ളുകളുടെ ഇടയിൽ ഒരു താമര പോലെ ഇരിക്കുന്നല്ലോ. ഇത്രമാത്രം മുള്ളുകളുടെ ഇടയിൽ ഒരു താമര ഇരിക്കുന്ന പോലെ അവരിയ്ക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ തുർക്കിയില് സിറിയയിലൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ നമ്മുടെ യാക്കോബായക്കാർ താമസിക്കുന്നുണ്ട്. എത്ര ഭയാനകമായ അനുഭവമാണെന്ന് അറിയാം. അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയിരുന്നു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവരുടെ പള്ളി, അതുപോലെ തന്നെ അവരുടെ മൊണാസ്ട്രി, ക്രിസ്ത്യാനികൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന തെരുവുകൾ എല്ലാം ഇന്ന് ആരുമില്ല, ഡെസേർട്ടഡാണ്. അവിടെ 4 ഫാമിലി അവിടെ ഇവിടെ ആയിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഏത് നിമിഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കൊലയാളികളുടെ കാൽപതന ശബ്ദത്തിന് കാതോർത്ത് കിടക്കുകയാണ്, എപ്പം വേണമെങ്കിലും കൊല്ലപ്പെടാം. പക്ഷെ ഞങ്ങൾ ഇവിടം വിട്ടു പോകുന്നില്ല. എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ അവരുടെ പിതാക്കന്മാരുടെ കബറിടങ്ങളും ഒക്കെ അവിടെയാണുള്ളത്. അവരവിടെ കഴിയുകയാണ്. ഏത് നിമിഷവും അവർ എലിമിനേറ്റ് ചെയ്യപ്പെടാം. അപ്പം ഈ പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കഴിയുന്ന യാക്കോബായക്കാരെക്കാൾ ദുർഗതിയാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ നടുവിൽ കഴിയുന്ന യാക്കോബായക്കാർക്ക്. വാസ്തവമാണ്. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ തുർക്കിയിലും സിറിയയിലും ഒക്കെ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ ദാറുൽ സഫറാൻ ഏരിയയിലെ കുർക്കുമ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശത്തൊക്കെ താമസിക്കുന്ന വളരെ എണ്ണം കുറവാണ് അവർ. ഇവരുടെ ചുറ്റും മറ്റൊരു വളരെ ഭൂരിപക്ഷമാണ്. അപ്പൊ അവരുടെ പള്ളികളൊക്കെ പലതും പിടിച്ചെടുത്ത് മോസ്കുകളാക്കിയതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. സമാനമായ അനുഭവമാണ് ഈ കേരളത്തിലെ യാക്കോബായക്കാർ അനുഭവിക്കുന്നത്. ഈ സഭാഗാത്രം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. പണ്ടൊക്കെ ഉണ്ട് ഈ ഇരട്ട പിറന്ന
കുട്ടികള് ഒരു കൊച്ചു തുമ്മുമ്പോൾ മറ്റേ കൊച്ചു തുമ്മും എന്ന് പറയുന്നതല്ലേ. ഇപ്പൊ സഭാഗാത്രം ഒരേ തരത്തിൽ സമാന പീഡ അനുഭവിക്കുന്നു. അപ്പൊ അവിടെ ഇസ്ലാമിക തീവ്രവാദികളാൽ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും പള്ളികളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തെങ്കിൽ ഇവിടെ സമാന റോളിൽ നിൽക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരാണ് എന്ന് മാത്രം. അല്ലെങ്കിൽ തന്നെ നോക്ക്, 40-ലേറെ പള്ളികളും അനുബന്ധ വസ്തുക്കളും സ്ഥാപനങ്ങളും സൗകര്യങ്ങളും എല്ലാം അവിടെയുള്ള ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ, അവരുടെ നടുവിൽ വ്യത്യസ്ത കാഴ്ചപ്പാടോടെ കഴിയുന്ന സഹോദരവർഗത്തിൽപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പിനെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുന്നത് ഏത് ക്രിസ്തീയതയ്ക്ക് ചേരുന്ന, എന്നിട്ട് മാധ്യമങ്ങളിൽ വന്നിരുന്ന് വെളുപ്പിക്കുക.